ഖത്തർ ഇത്രയും കാലം ഇറാനുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന രാജ്യമാണ്. എന്നാൽ ഇപ്പോൾ എല്ലാ പരിധികളും ലംഘിക്കപ്പെട്ടു എന്നാണ് ഖത്തർ പറയുന്നത്. ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകളിൽ ഭൂരിഭാഗവും ഖത്തർ ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിടുന്നുണ്ട്. എങ്കിലും തകർക്കപ്പെട്ട മിസൈലുകളുടെ ഡെബ്രി താഴെ വീണ് കെട്ടിടങ്ങൾക്കും മറ്റും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. ഇതുവരെ ഏകദേശം 16 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. വിമാനത്താവളങ്ങളുടെയും മറ്റു പ്രധാന കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം സുരക്ഷാ കാരണങ്ങളാൽ ഇടയ്ക്കിടെ തടസ്സപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ ഖത്തറിൽ ചാരവൃത്തി നടത്താൻ ശ്രമിച്ച 10ഓളം പേരെ അധികൃതർ പിടികൂടുകയും ചെയ്തു. ഇവർ ഇറാന്റെ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡുമായി ബന്ധമുള്ളവരാണെന്നും രാജ്യത്തെ പ്രധാന വിവരങ്ങൾ ചോർത്താനാണ് ഇവർ എത്തിയതെന്നുമാണ് വിലയിരുത്തൽ. ഈ ഒരു സാഹചര്യം ലോകത്തെ മുഴുവൻ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ പാചകവാതകം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണല്ലോ ഖത്തർ. ഇവിടുത്തെ ഗ്യാസ് പ്ലാന്റുകൾക്കോ കടൽ വഴിയുള്ള വിതരണത്തിനോ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ ലോകമെമ്പാടും ഇന്ധനവില കുതിച്ചുയരും. വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ അധികൃതർ അതീവ ജാഗ്രതയിലാണ്. എപ്പോഴും സമാധാനത്തിന് മുൻഗണന നൽകുന്ന രാജ്യമാണല്ലോ ഖത്തർ. അതുകൊണ്ട് തന്നെ അയൽരാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ ഇപ്പോഴും സജീവമായി നടക്കുന്നുണ്ട്. നിലവിൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ആഗോള വിപണിയെ ബാധിക്കാത്ത രീതിയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഖത്തർ ശ്രമിക്കുന്നത്. മേഖലയിലെ സമാധാനം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികളടക്കമുള്ള സാധാരണ ജനങ്ങൾ.